പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പാഠഭാഗങ്ങൾ എല്ലാം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. VHSC വിദ്യാലയ പ്രകാരം നമുക്കുള്ള 18 വോളിയം തിയറിയുമായി ബന്ധപ്പെട്ട 18 വോളിയം ക്ലാസ് നമുക്ക് വന്നു. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളായിരുന്നു ഈ ജാനുവരി 1 മുതൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പൂർത്തിയായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പരീക്ഷയാണ്. മാർച്ച് 1 മുതൽ മോഡൽ എക്സാം തുടങ്ങുകയാണ്. മാർച്ച് 17 മുതൽ നമ്മുടെ പൊതുപരീക്ഷയും ആരംഭിക്കും. ഈ വർഷത്തെ പരീക്ഷയുടെ പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ? ഓൺലൈൻ ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഓഫ്ലൈൻ റിവിഷൻ ക്ലാസ്സുകളുടെ അടിസ്ഥാനമായിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്രാവശ്യം പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചത്. എങ്കിലും വളരെ ചിട്ടയായ രീതിയിൽ നമുക്ക് പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നത് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമുക്കൊരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെയും ഫോക്കസ് ഏരിയയും അടിസ്ഥാനമാക്കിക്കൊണ്ട് കൂടുതൽ പഠനം അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗങ്ങൾ എവിടെയാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ആൻഡ് നോൺ ഫോക്കസ് ഏരിയ എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. നമ്മൾ ഫോക്കസ് ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സമയം അതേ ചെലവഴിച്ചുകൊണ്ട് ആ പാഠഭാഗങ്ങൾ വളരെ ഹൃദയസ്ഥമാക്കുകയും അതിനനുസരിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയുമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ സാധിക്കും. മാർച്ച് 1 മുതൽ തുടങ്ങുന്ന മോഡൽ പരീക്ഷയുടെയും മാർച്ച് 17 മുതൽ തുടങ്ങുന്ന പൊതുപരീക്ഷയ്ക്കും എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സാധാരണ നമുക്കറിയാം, നമ്മുടെ VHSC വൊക്കേഷണൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഓരോ മൊഡ്യൂൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയാൽ പറയാം, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ 40 മാർക്കിന് ക്വസ്റ്റ്യൻ, സെക്കൻഡ് മൊഡ്യൂൾ 40 മാർക്കിന് ക്വസ്റ്റ്യൻ അല്ലെ. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ന് പ്രത്യേകം ഹെഡിങ് കൊടുത്തുകൊണ്ടായിരുന്നു ചോദ്യപേപ്പർ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ചോദ്യപേപ്പറുകൾ നമുക്ക് വരുന്നത് അത്തരം ഒരു കാറ്റഗറൈസേഷൻ ഇല്ലാതെയാണ്. മൊഡ്യൂൾ 3 and 4 ആണ് നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നത്. പക്ഷെ മൊഡ്യൂൾ 3 and 4 എന്ന് പ്രത്യേകം വിവേചനമില്ലാതെ പ്രത്യേകം തരംതിരിക്കാതെ തന്നെ നമുക്ക് ഒന്നിച്ചാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. ഏകദേശം നമുക്ക് 45ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരൊറ്റ ചോദ്യപേപ്പറാണ്. അതിൽ മൊഡ്യൂൾ 3 നിന്നും മൊഡ്യൂൾ 4 നിന്നുമുള്ള ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് കുറച്ച് പാഠഭാഗങ്ങൾ പറയുന്നത്. ആ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടുള്ള പാഠഭാഗങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ വരില്ല എന്നല്ല, പക്ഷെ കൂടുതൽ ചോദ്യഭാഗങ്ങൾ വരുന്ന ഭാഗമാണ് ഫോക്കസ് ഏരിയ ആയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം നമ്മുടെ വൊക്കേഷണൽ തിയറിയുടെ ചോദ്യങ്ങൾ എത്ര മാർക്കിനാണ് നമുക്ക് സാധാരണ ഉണ്ടാവാറ്? 80 മാർക്കിനാണ് അല്ലെ. അതുപോലെ ഈ വർഷം അത് തന്നെയാണ്, 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചോദ്യപേപ്പറിൽ നമുക്ക് 160 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഏകദേശം 45ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. ഈ 45 ചോദ്യങ്ങളുടെ മൊത്തം മാർക്ക് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 160 മാർക്കിനായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 160 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുകയും അത് എവിടെ നിർത്തുക? നമുക്ക് 80 മാർക്കിനുള്ള ഉത്തരങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് എന്താണ്? നമുക്ക് എന്തുണ്ട്? കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലെ. നമുക്ക് ചോദ്യപേപ്പർ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂൾ ഓഫ് ടൈം ഉണ്ട്. നമുക്ക് 20 മിനിറ്റ് ആണ് പ്രാവശ്യം നമുക്ക് കൂൾ ഓഫ് ടൈം. 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ 20 മിനിറ്റും ഈ ചോദ്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കും. ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ വായിച്ചു തുടങ്ങുക. നിങ്ങൾ നല്ലവണ്ണം അറിയുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് വെക്കുക. ആ സമയത്ത് പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് തയ്യാറെടുക്കാം. ഓരോ ചോദ്യം കാണുമ്പോൾ നമുക്ക് അറിയാം അതിന് ഉത്തരം എന്താണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാം. അപ്പൊ നല്ലവണ്ണം നമുക്ക് അറിയുന്ന ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് വെക്കുക. അറിയാത്തത് നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ 1 മുതൽ 45 വരെ ചോദ്യമാണെങ്കിൽ 45 വരെയുള്ള ചോദ്യങ്ങൾ വായിച്ച ശേഷം നിങ്ങൾ ടിക്ക് ചെയ്ത ചോദ്യങ്ങൾ മാത്രം ഒന്ന് നോക്കുക. എത്ര മാർക്കിന്റെ ചോദ്യം നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ട്? അപ്പൊ അത് 80 കൂടുതൽ മാർക്കിന്റെ ചോദ്യം ടിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ഏതെടുത്താൽ മതി? ഞങ്ങൾക്ക് 80 മാർക്കിന്റെ ചോദ്യം എടുക്കണം. അതാ നിങ്ങൾ ടിക്ക് ചെയ്തപ്പോൾ 70 മാർക്കിന്റെ ചോദ്യമേ വന്നിട്ടുള്ളൂ വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? വീണ്ടും ടിക്ക് ചെയ്യാത്ത മറ്റു ചോദ്യങ്ങൾ ഒന്നുകൂടി വായിച്ചു. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു 10 മാർക്കിന് കൂടി നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം ഉണ്ടായിരിക്കും.
ആ രീതിയിൽ മൊത്തം 160 മാർക്കിന്റെ ചോദ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഏതിന് മാത്രമാണ്? വെറും 80 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ 1 മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതി പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് സമയം തികയാതെ വരും, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്കോർ കിട്ടാതെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. 160 മാർക്കിന് ചോദ്യമുണ്ട്, പക്ഷെ നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി? 80 മാർക്കിന്റെ ചോദ്യം മാത്രം നമുക്ക് എഴുതാം. അതുപോലെ നമുക്കിവിടെ ഇന്റേണൽ ചോയ്സ് ഒന്നും ഇല്ല ഈ വർഷം. അങ്ങനെ നമുക്ക് ചോയ്സുകൾ ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് ചോദ്യം എഴുതാം. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യം 5 ചോദ്യം തരും, ഏതെങ്കിലും 2 എഴുതുക. അതിൽ 4 ചോദ്യം തന്നിട്ട് അതിൽ നിന്നും ഏതെങ്കിലും 2 എടുത്ത് എഴുതുക എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലെ. ഒരു ഇന്റേണൽ ചോയ്സ് ആയിട്ട് 4 മാർക്കിന്റെ കാറ്റഗറിയിൽ ഏതെങ്കിലും 2 എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചോയ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയല്ല ചോയ്സ്, നമുക്ക് മൊത്തത്തിൽ ചോയ്സ് ആണ്. 45 ചോദ്യങ്ങളാണെങ്കിൽ ആ 45 ചോദ്യങ്ങളിൽ വ്യത്യസ്ത മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും, 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും, 3, 4, 5, 8 ഇങ്ങനെ വ്യത്യസ്ത മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും. അതിൽ നിന്നും എത്ര മാർക്കിന്റെ ഏത് ചോദ്യം വേണമെങ്കിൽ നമുക്ക് എഴുതാം. 8 മാർക്കിന്റെ 4 ചോദ്യമേ എഴുതാവൂ, അല്ലെങ്കിൽ 4 മാർക്കിന്റെ 2 ചോദ്യമേ എഴുതാവൂ എന്ന യാതൊരുവിധ നിബന്ധനയുമില്ല. നിങ്ങൾക്ക് ഏത് ചോദ്യം വേണമെങ്കിൽ എഴുതാം. പക്ഷെ മാക്സിമം മാർക്ക് എത്രയായിരിക്കും? നമുക്ക് 80 മാർക്കായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. മോഡൽ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4th മൊഡ്യൂൾ. നിങ്ങൾക്കറിയാം അല്ലെ, എന്താണ്? മാർക്കറ്റിംഗ് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഈ 4th മൊഡ്യൂളിൽ ഫോക്കസ് ഏരിയ ആയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്നും പ്രധാനമായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. ആ ഭാഗങ്ങളിൽ നിന്നും വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, എത്ര മാർക്കിന്റെ ഏതൊക്കെ ചോദ്യങ്ങൾ ഏത് രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 4th മൊഡ്യൂളിൽ നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് 2 ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ് ഏരിയ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ടു സർവീസ് മാർക്കറ്റിംഗ്. സെക്കൻഡ് യൂണിറ്റ്, മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. അത് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു സർവീസ് മാർക്കറ്റിംഗ്. ഏതൊക്കെയാണ് സർവീസ് മാർക്കറ്റിംഗിലെ ഫോക്കസ് ഏരിയാസ് എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ സർവീസ് മാർക്കറ്റിംഗിൽ വരുന്ന ഫോക്കസ് ഏരിയയിലെ ആദ്യ ഭാഗം നമുക്ക് ഏതായിരുന്നു? മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സർവീസ്. ഈ പാഠഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ സബ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം, നമുക്ക് ഫീച്ചേഴ്സ് സർവീസ്, അത് തന്നെ വ്യത്യസ്ത രീതികളിൽ നമുക്ക് ചോദ്യങ്ങൾ വരും. 2 മാർക്കിന് ചോദ്യമായിട്ട് ചോദിക്കാൻ വേണ്ടി ഗീവ് എനി 2 ഫീച്ചേഴ്സ് സർവീസ്, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദ്യമായിട്ട് ചോദിക്കാം ഗീവ് എനി 3 ഫീച്ചേഴ്സ് സർവീസ്. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് സർവീസ്. 4 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യത്തിന്റെ അനുസരിച്ച് ഉത്തരം നൽകുക എന്നുള്ളതാണ്. 2 മാർക്കിന് ഗീവ് എനി 2 ഫീച്ചേഴ്സ് സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. 3 മാർക്കിന് ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അവിടെ വിശദീകരണം ഒന്നും ആവശ്യമില്ല. എന്നാൽ 4 or 5 മാർക്കിന്റെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സർവീസ് ഓർ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് സർവീസ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ഫീച്ചേഴ്സും ഓരോ പോയിന്റും എടുത്ത് എഴുതി അത് വിശദീകരിക്കും അല്ലെ. നമുക്കറിയാം വ്യത്യസ്തമായ ഫീച്ചേഴ്സ്, ഇൻടാഞ്ചിബിലിറ്റി, ട്രാൻസ്പോർട്ടബിലിറ്റി, ഇൻവെന്ററി, ഇൻകൺസിസ്റ്റൻസി, ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത 6 or 7 പോയിന്റ് നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ മിനിമം 5 പോയിന്റെങ്കിലും എഴുതിയത് വിശദീകരിക്കണം. അപ്പൊ നമുക്ക് എത്രയാണോ സ്കോർ ലഭിക്കുന്നത്, ഓരോ ചോദ്യത്തിന്റെയും സ്കോർ എത്രയാണോ ആ സ്കോറിന് അനുസരിച്ചാണ് നമ്മൾ ഉത്തരം എഴുതുന്നത്. അപ്പൊ ഈ ഫീച്ചേഴ്സ് സർവീസ് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതെല്ലാം മാർക്കിന് വരുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മറ്റൊരു സബ് ടോപ്പിക് നമുക്ക് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സർവീസ് മാർക്കറ്റ് അല്ലെ. ഈ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് എന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. ദെൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഫൈൻ വാട്ട് ഈസ് സർവീസ് മാർക്കറ്റിംഗ് ഓർ ഡിഫൈൻ സർവീസ് മാർക്കറ്റിംഗ് അല്ലെ. സർവീസ് മാർക്കറ്റിംഗ് എന്ന ടേം എന്താണ്? 2 മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് 4-5 പോയിന്റ് പഠിച്ചത് എന്താണ് സർവീസ് മാർക്കറ്റിന്റെ പ്രാധാന്യം.
പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4-5 പോയിന്റ് നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പൊ അത് നമുക്ക് 4 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ചോദ്യങ്ങളായിട്ട് നമുക്ക് വരാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് നേരിട്ട് ചോദിക്കാൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ഓർ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾ ക്ലാസ്സിൽ ഒരു സെമിനാർ അവതരിപ്പിക്കുകയുണ്ടായി, അതിൽ ഗ്രൂപ്പ് എ സർവീസ് മാർക്കറ്റിംഗിന് പ്രാധാന്യം എന്നത് പറഞ്ഞുകൊണ്ട് ഇന്ന പോയിന്റ് മെൻഷൻ ചെയ്തു, ബാക്കി പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് സെമിനാർ പൂർത്തിയാക്കുക. അപ്പോഴും നമുക്ക് അവിടെ ചോദ്യം എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം വന്നതെങ്കിൽ പോലും നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, സർവീസ് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം എന്താണ്. അപ്പൊ ആ രീതിയിൽ സിഗ്നിഫിക്കൻസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് നമുക്ക് 4-5 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അതേ ചാപ്റ്ററിൽ വരുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സർവീസ് മാർക്കറ്റിംഗ്. അല്ലെ, പ്രോഡക്റ്റ് മാർക്കറ്റിംഗും സർവീസ് മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഓരോ ചോദ്യം കിട്ടിക്കഴിയുമ്പോഴും പെട്ടെന്ന് നോക്കേണ്ടത് അത് എത്ര മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക്. കാരണം നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് സർവീസ് മാർക്കറ്റ് തമ്മിൽ 6-7 പോയിന്റ് ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ 3 മാർക്കിനാണ് ചോദ്യമെങ്കിൽ 3 ഡിഫറൻസ് എഴുതിയാൽ മതി. സർവീസ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ള 3 ഡിഫറൻസും പ്രോഡക്റ്റ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട 3 ഡിഫറൻസ് അത് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ 7 പോയിന്റ് നമ്മൾ എവിടെ എഴുതി വെക്കേണ്ടത്. കാരണം ഇങ്ങനെ അധികമായിട്ട് ചില ചോദ്യങ്ങൾക്ക് നമ്മൾ അധികമായിട്ട് ഉത്തരം എഴുതുമ്പോൾ നമുക്ക് അധികം ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയം തരുന്നില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഓരോ ചോദ്യം എടുത്തു നോക്കുമ്പോഴും ചോദ്യത്തിന് അനുവദിക്കപ്പെട്ട നമുക്ക് അവാർഡ് ചെയ്യുന്ന മാർക്ക് എത്രയാണെന്ന് നോക്കുക. ആ മാർക്കിനനുസരിച്ചുള്ള കണ്ടന്റ് മാത്രം അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മാർക്കിനുള്ളത് ഒറ്റ സെന്റൻസ് അല്ലെങ്കിൽ ഒറ്റ വാക്ക് മാത്രം എഴുതാൻ മതി. 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും പലപ്പോഴും നമുക്കത് ടേംസ് മാത്രം എഴുതാനായിരിക്കും. അപ്പൊ അവിടെയൊന്നും നമുക്ക് വിശദീകരണം ആവശ്യമില്ല. 3 മാർക്ക് മുതലാണ് നമുക്ക് വിശദീകരണം ആവശ്യമായിട്ട് വരുന്നുണ്ടാകുക. അപ്പൊ അങ്ങനെ തന്നെ ആകുമ്പോൾ അതും ചോദ്യം എല്ലാ 3 മാർക്കിന്റെ ചോദ്യത്തിന് നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി വരില്ല. ചിലപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലിസ്റ്റ് ഔട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഡ്, അല്ലെ നമുക്ക് അതിന്റെ ഫുൾ ഫോം എഴുതാം. ചില ടേംസ് നമ്മൾ ഷോർട്ട് ഫോം തന്നിട്ട് അതിന്റെ ഫുൾ ഫോം എഴുതാണ്ടായിരിക്കാം. അവിടെയൊന്നും നമുക്ക് യാതൊരുവിധ വിശദീകരണം ആവശ്യമില്ല. അത് മാത്രം എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ സ്കോർ കിട്ടും. അയ്യോ ഇത് 3 മാർക്കിന്റെ ആയില്ലേ, അപ്പൊ സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശദീകരണം വേണം, എങ്കിൽ വിശദീകരണം ഞാൻ എഴുതിക്കോളാം. അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ചോദ്യം നിങ്ങൾക്ക് അറിയാം, മലയാളത്തിൽ ചോദ്യം ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ ചോദ്യം എന്താണോ അതിനനുസരിച്ച് മാത്രം ഉത്തരം എഴുതുക. ഓക്കെ, അപ്പൊ ലിസ്റ്റ് ഔട്ട് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ആ 3 എണ്ണം മാത്രം എഴുതിയാൽ മതി. അവിടെ നിന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രോഡക്റ്റ് മാർക്കറ്റിംഗും സർവീസ് മാർക്കറ്റിംഗ് നമ്മുടെ ഡിഫറൻസ് അവിടെ നമുക്ക് 3, 4, 5 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു നമുക്ക് വരുന്നത് പ്രധാനമായിട്ടും നമുക്ക് സർവീസ് മാർക്കറ്റിംഗ് വരുന്നത് എലമെന്റ്സ് ഓഫ് സർവീസ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഡിഫറെന്റ് പീസ് ഇൻ സർവീസ് മാർക്കറ്റ്. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര പി ആണ് നമുക്ക് വരുന്നത്? യെസ്, എത്രയായിരുന്നു? 7 പീസ്. സർവീസ് മാർക്കറ്റിംഗ് നമുക്ക് വരുന്നത് ഒരു 7 എലമെന്റ്സ് ആണ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആയിട്ട്. ഇപ്പൊ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിക്കാം. ഓർ എക്സ്പ്ലെയിൻ 7 പീസ് ഇൻ സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 7 പീസ് ഇൻ സർവീസ് മാർക്കറ്റിംഗ് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ എഴുതേണ്ടത് തന്നെയാണ് നമുക്കറിയുന്ന ആ 7 സർവീസ് മാർക്കറ്റിംഗ് മിക്സ് തന്നെയാണ്. ഏതൊക്കെയാണ് നമുക്ക്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ദെൻ പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ്. ഈ 7 എലമെന്റുകളാണ് ഏത് വരുന്നത്? നമുക്ക് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആയിട്ട് വരുന്നത്. അതാണ് നമുക്ക് ഏത് കാണിക്കേണ്ടത്? എലമെന്റ്സ് സർവീസ് മാർക്കറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാലും പീസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് എന്ത് തന്നെയാണ് ഈ 7 എണ്ണം. അപ്പൊ അത് 4 മാർക്കിന്റെ ചോദ്യമാണ് എങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ട് 4 മാർക്കിനാണ്, അപ്പൊ 4 പോയിന്റ് എഴുതിയാൽ, അപ്പൊ 4 പി എഴുതിയാൽ മതി എന്ന് വിചാരിക്കരുത്. അത് 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും 5 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും നമ്മൾ എഴുതണം സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പോയിന്റ് വരും. കാരണം ആ 7 പോയിന്റും ഏതാണ്? സർവീസ് മാർക്കറ്റിംഗ് മിക്സ്. പക്ഷെ നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. മാർക്ക് കുറവാണെങ്കിൽ 4 മാർക്കിനാണ് ചോദ്യമെങ്കിൽ ഓരോ പോയിന്റും ചെറിയ വിശദീകരണം മാത്രം കൊടുത്താൽ മതി. 5 മാർക്കിന്റെയോ 8 മാർക്കിന്റെയോ ചോദ്യമാണ് എങ്കിൽ അത്യാവശ്യം വിശദീകരണം കൊടുക്കണം. ഓരോ പോയിന്റുകൾക്കും പ്രോഡക്റ്റ് എന്താണ്, പ്രൈസ് എന്താണ്, പ്ലേസ് എന്താണ്, പ്രൊമോഷൻ എന്താണ്, ഇങ്ങനെ ഓരോ പോയിന്റുകളും കാര്യമായിട്ട് വിശദീകരിക്കാൻ നമുക്ക് എത്ര മാർക്കിനാണെങ്കിൽ 8 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ വിശദീകരിക്കണം. എന്നാൽ 4 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ചോദ്യമാണ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ചോദിക്കുന്നത് എങ്കിൽ കൂടുതൽ വിശദീകരണം വേണ്ട. എല്ലാത്തിനെയും കുറിച്ച്, ഓരോ എലമെന്റിനെയും കുറിച്ച് 1-2 സെന്റൻസിനൊക്കെ അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കും.
അതാണ് നമ്മൾ പറയുന്നത്, മാർക്കിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഏതും കൊടുക്കാൻ നമ്മൾ ഉത്തരത്തിന്റെ ഉള്ളടക്കവും ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് എവിടെ ഉൾപ്പെടുന്നത്, ഇൻട്രൊഡക്ഷൻ ടു സർവീസ് മാർക്കറ്റ്. പിന്നെ നമുക്ക് ചോദിക്കാം, ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസ് അല്ലെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഏതൊക്കെയാണ് വ്യത്യസ്ത സർവീസുകൾ, ബാങ്കിങ് സർവീസ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, ഹോസ്പിറ്റാലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നമുക്ക് എന്താണ് ഡിഫറെന്റ് ഫോംസ് സർവീസ് ആണ്. ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം, give any 3 types of services or list out any 3 types of service or 4 types of service. 4 types of service നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ 2 മാർക്കിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു സർവീസ് എത്ര മാർക്ക് നമുക്ക് ഹാഫ് മാർക്ക് ഉണ്ടായിരിക്കും. കാരണം അത് ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, അവിടെ വിശദീകരണം നമുക്ക് ആവശ്യമില്ല. ആ രീതിയിലാണ് ഇൻട്രൊഡക്ഷൻ ടു സർവീസ് മാർക്കറ്റിംഗ് എന്ന യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് 4th മൊഡ്യൂളില് ഫോക്കസ് ഏരിയ ഉൾപ്പെടുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് നമ്മൾ ഫോക്കസ് ഏരിയാസ് പറയുന്നത് ഏതൊക്കെയായിരുന്നു, നമുക്ക് പ്രധാനമായിട്ടും സ്ട്രാറ്റജീസ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് അല്ലെ, ക്വാളിറ്റീസ് ഓഫ് ഇൻഷുറൻസ് സെയിൽസ്മാൻ, മാർക്കറ്റിംഗ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് 4th മൊഡ്യൂളിലെ സെക്കൻഡ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് എന്ന ചാപ്റ്റർ നമുക്ക് വരുന്നത്. നോക്കാം, സ്ട്രാറ്റജീസ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ്. ഈ സ്ട്രാറ്റജീസ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്നത് മറ്റൊരു രീതി നമുക്ക് ചോദിക്കാം, വാട്ട് ആർ ദ ഫേസസ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ്. ഇൻഷുറൻസ് മാർക്കറ്റിംഗിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇൻഷുറൻസ് മാർക്കറ്റിംഗ് നടത്തുന്ന ഇൻഷുറൻസ് സെയിൽസ്മാൻ അഥവാ ഇൻഷുറൻസ് ഏജന്റ് ഏതെല്ലാം സ്റ്റെപ്പുകളിലൂടെയാണ് അദ്ദേഹം ആ മാർക്കറ്റിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നത് എന്നാണ് എവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്റ്റെപ്സ് ഇൻ സെല്ലിംഗ് ആണ് അല്ലെ. ഒരു ഇൻഷുറൻസ് ഉൽപ്പന്നം കസ്റ്റമറെ കണ്ടെത്തി അദ്ദേഹത്തെ നേരിട്ട് പോയി സമീപിച്ച് അദ്ദേഹത്തെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് പോളിസി വിൽപ്പന നടത്തുന്ന വ്യത്യസ്ത സ്റ്റേജുകളാണ് നമുക്ക് എവിടെ വിശദീകരിച്ചിട്ടുള്ളത്, സ്ട്രാറ്റജീസ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ്. അവ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്സ് ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ എഴുതേണ്ടത് ഈ 7 പോയിന്റ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ 7 പോയിന്റ് വിശദീകരിക്കാൻ ഉള്ളത് കൊണ്ട് നമുക്ക് 4, 5 അല്ലെങ്കിൽ 8 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടാണ് നമുക്ക് ഏതിനെ പ്രതീക്ഷിക്കാവുന്നത്, ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ അനദർ സബ് ടോപ്പിക് ഏതായാലും നമുക്ക് ക്വാളിറ്റീസ് ഓഫ് ഇൻഷുറൻസ് സെയിൽസ്. നമുക്കറിയാം ഇൻഷുറൻസ് മാർക്കറ്റിംഗിലെ ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പറയുന്നത് സെയിൽസ്മാൻ. സാധാരണ നമ്മൾ പറയും ഇൻഷുറൻസ് ഏജന്റ് എന്ന പേരിലാണ് നമ്മുടെ സാധാരണ നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഇൻഷുറൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്, ഒരു അറിയപ്പെടുന്ന നല്ലൊരു മേഖലയായിട്ട് ഇൻഷുറൻസ് ഏജൻസി ഇൻഷുറൻസ് മാർക്കറ്റിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രൈവറ്റ് കമ്പനികളോട് വരവോടുകൂടി നമുക്ക് അതിനെ കുറച്ചുകൂടി അട്രാക്റ്റീവായ രീതിയിലാണ് നമുക്ക് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് മേഖല വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഏജന്റ് എന്നതിലുപരിയായിട്ട് ഇൻഷുറൻസ് കൺസൾട്ടന്റ് എന്നും അല്ലെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസർ എന്നും ഫിനാൻഷ്യൽ അഡ്വൈസർ, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന രീതിയിലൊക്കെ പല നാമകരണത്തിലും ഏത് അറിയപ്പെടുന്ന നമുക്ക് ഇൻഷുറൻസ് സെയിൽസ്മാൻ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും ഇൻഷുറൻസ് നമ്മൾ പഴയ കാലത്ത് അറിയപ്പെടുന്ന ഇൻഷുറൻസ് ഏജന്റിന്റെ അതേ ഡ്യൂട്ടി തന്നെയാണ് ആര് നിർവഹിക്കുന്നത്, ഇൻഷുറൻസ് സെയിൽസ്മാൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റീസ് ഓഫ് ഇൻഷുറൻസ് സെയിൽസ്മാനിൽ നമുക്ക് കവർ ചെയ്യുന്ന പ്രധാനമായിട്ട് 3 ഏരിയാസ് കവർ ചെയ്യും. ഒന്ന് സർവീസസ് റെന്റഡ് ബൈ ഇൻഷുറൻസ് ഏജന്റ്. ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്തെല്ലാം സേവനങ്ങളാണ് അവരുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഒരു 3 മാർക്കിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കും. അതുപോലെ ക്വാളിഫിക്കേഷൻസ് ഓഫ് ഇൻഷുറൻസ് സെയിൽസ്മാൻ അല്ലെ, ഒരു ഇൻഷുറൻസ് സെയിൽസ്മാന്റെ യോഗ്യതകൾ. കാരണം ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ ഡിഫറെന്റ്, രണ്ട് ചോദ്യമായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻസ് ഓഫ് ഇൻഷുറൻസ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് വരുന്നത്, എന്തൊക്കെയായിരുന്നു, SLC ഓർ +2 അല്ലെ. റൂറൽ ഏരിയയിലാണെങ്കിൽ 10th സ്റ്റാൻഡേർഡ് പാസ് ആവണം, അർബൻ ഏരിയ ആണെങ്കിൽ 12th സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം, 18 years കംപ്ലീറ്റ് ചെയ്തതായിരിക്കണം. ദെൻ IRDA ഓതറൈസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ IRDA കണ്ടക്ട് ചെയ്യുന്ന 50 hours ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് ലൈഫ് ഇൻഷുറൻസിനാണെങ്കിൽ 50 hours, നോൺ ലൈഫ് ആണെങ്കിൽ 50 hours. എന്നാൽ ലൈഫ് ആൻഡ് നോൺ ലൈഫ് ഒന്നിച്ചാണ് ഏജൻസി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് 75 hours അദ്ദേഹം
ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ദെൻ ഈ ട്രെയിനിങ്ങിന് ശേഷം ചെയ്യും IRDA ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. ആ എക്സാമിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എന്തൊരു മീൻസ് നമുക്ക് ക്വാളിഫിക്കേഷൻസ്. ഒരു ഏജന്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് സെയിൽസ്മാൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ 4 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഈ 4 യോഗ്യത മാത്രം മതിയോ? അല്ല. ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്യും. എക്സാമിൽ പാസ്സായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 250 rupees 250 രൂപ ഫീസ് കൂടി നമ്മൾ അടയ്ക്കണം. സാധാരണ നമുക്ക് 3 വർഷത്തേക്കാണ് ലൈസൻസ് അനുവദിക്കുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫീസ് അടച്ചുകൊണ്ട് റിന്യൂ ചെയ്യുകയാണ്. ഇതാണ് ഒരു ഏജന്റിന്റെ ക്വാളിഫിക്കേഷൻ. ഇത് നമുക്ക് 3 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഇൻഷുറൻസ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റ് ചോദിക്കാം. ദെൻ അതേസമയം നമുക്ക് മറ്റൊന്നും കൂടി ക്വാളിറ്റീസ് അല്ലെ. ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കഴിവുകളാണ്. എല്ലാവർക്കും നമുക്ക് ഏറ്റവും കോംപ്ലക്സ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ചെയ്യുന്നത് സർവീസ് മാർക്കറ്റിംഗ്. നമ്മൾ ആ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് സർവീസ് മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു അല്ലെ. സർവീസ് മാർക്കറ്റിംഗ് ഇസ് എ കോംപ്ലക്സ് പ്രോസസ് ആണ്. നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്ന് പറയുന്നത് സർവീസ് മാർക്കറ്റിംഗ്. കാരണം നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻടാൻജിബിൾ പ്രോഡക്റ്റ് അല്ലെ. സർവീസ് നമുക്ക് എന്താണ്? ഒരു ഇൻടാൻജിബിൾ ആണ്. അതൊരു ഫിസിക്കൽ ഷേപ്പ് ഇല്ല. നമുക്ക് ഒരു കസ്റ്റമറുടെ മുന്നിൽ പോയിട്ട് നമുക്ക് ഒരു ഉൽപ്പന്നം കാണിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഉൽപ്പന്നം, ഇതിന്റെ സ്റ്റൈലിൻ ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അല്ലെ. ഇൻടാൻജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദർ ഇസ് നോ ഫിസിക്കൽ ഷേപ്പ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കാഴ്ചയിലൂടെയോ സ്പർശനത്തിലൂടെയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻടാൻജിബിൾ എന്ന് പറയുന്നത്. അപ്പൊ സർവീസ് എന്ന് പറയുന്നത് ഇൻടാൻജിബിൾ ആയതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിംഗ് സ്കില്ല് എന്ന് പറയുന്നത് അതിന് നമുക്ക് നേടാം. ആ സർവീസ് മാർക്കറ്റിംഗിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഓരോ വ്യക്തികൾക്കും നല്ല ക്വാളിറ്റീസ് ഉള്ള വ്യക്തികൾക്കാണ് സർവീസ് മാർക്കറ്റിംഗിൽ വിജയിക്കുന്നത്. നമുക്കറിയാം ഒട്ടനവധി ഇൻഷുറൻസ് സെയിൽസ്മാൻമാർ, ഇൻഷുറൻസ് ഏജന്റുമാർ നിങ്ങൾ പത്രങ്ങളിൽ കാണാറുണ്ടായിരിക്കും. ഇൻഷുറൻസ് ഏജന്റിനെ കോടിപതി ഏജന്റ് എന്ന് പറയുന്നത് പത്രങ്ങളുടെ ഫോട്ടോ കാണാറുണ്ട്. മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ പത്രങ്ങളിൽ ഇൻഷുറൻസ് ഏജന്റിന്റെ ഫോട്ടോ കൊടുത്തിട്ട് കോടിപതി ഏജന്റ്, സെഞ്ചൂറിയൻ ഏജന്റ് എന്നൊക്കെ പറഞ്ഞ പേര് കാണാം. എന്താണ് ഈ കോടിപതി ഏജന്റ് പറയുന്നത്? ഒരു സാമ്പത്തിക വർഷത്തില് 1 കോടി രൂപയുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത ഓരോ വർഷവും ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കിയ ഏജന്റുമാരാണ് കോടിപതി ഏജന്റ്. സെഞ്ചൂറിയൻ ഏജന്റ് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം 100 പോളിസി 100 കസ്റ്റമറെ ചേർത്ത ഏജന്റ് നമ്മൾ പറയും സെഞ്ചൂറിയൻ ഏജന്റ്. അപ്പൊ ഇത്തരം ഒരു 100 ആളുകളൊക്കെ പോളിസി ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 100 ആൾ കണ്ടാൽ മതിയായിരിക്കുമോ? പോരെ. ചിലപ്പോൾ 200 300 ആളുകൾ കാണുമ്പോഴാണ് നമുക്ക് 100 പേര് ചേർക്കണം. അപ്പൊ ആ ഒരു ഏജന്റിന് ആളുകളുമായിട്ട് ഇടപെടാനും അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ ആവശ്യം അറിഞ്ഞ് സജസ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കും? ആ ഏജന്റ് ആയിരിക്കും. അത്തരം ഏജന്റുമാരാണ്, അത്തരം സെയിൽസ്മാൻമാരാണ് എവിടെ വിജയിക്കുന്നത്? മാർക്കറ്റിംഗിൽ വിജയിക്കുന്നത്. അപ്പൊ അങ്ങനെ മാർക്കറ്റിംഗ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. നമുക്ക് ഏത് വേണം? മറ്റു ചില ക്വാളിറ്റി കൂടി വേണം അല്ലെ. അതാണ് മീൻ ചെയ്യുന്നത് നമുക്ക് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സെയിൽസ്മാൻ. ചില ആളുകൾക്ക് നമുക്ക് എന്തായിരിക്കും ജന്മന അത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ പറയാം ചില കുട്ടികളായ ചില ആളുകൾ പറയാറുണ്ട് അവന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ മതി, പിന്നെ നമുക്ക് അവിടുന്ന് പോരാൻ പറ്റില്ല, അവൻ എന്ത് ചെയ്യും നമുക്ക് നമ്മൾ കത്തി വെച്ച് കൊല്ലുന്നു പറയും അല്ലെ. അതായത് പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പരിചയമാവും, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് സംസാരിക്കാറുണ്ട്. ചില ആൾക്കാർ എന്തായിരിക്കും വളരെ ഇൻട്രോവേർട്ട് ആയിരിക്കും. അതായത് കൂട്ടത്തിലും കൂടുതൽ എപ്പോഴും ഒതുങ്ങി മാറിപ്പോയി നിൽക്കും. എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം ഉത്തരം പറയുകയും ഇല്ലെങ്കിൽ ആരോടും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ ഇൻട്രോവേർട്ടുകളായുള്ള ആളുകൾക്കൊന്നും നോർമലി നമുക്ക് എന്തല്ല ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിംഗിൽ പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇനീഷ്യേറ്റീവ് ആയിരിക്കും, നമ്മൾ ഒരു എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, നമുക്ക് ഉത്സാഹം ഉണ്ടായിരിക്കും, എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ നല്ലൊരു പേഴ്സണാലിറ്റി വേണം നമുക്ക്. പേഴ്സണാലിറ്റിയോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണ്? മാന്യമായിട്ട് ഒരാൾ ഇടപെടാൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനൊക്കെയുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് നിർമ്മിച്ചത് പേഴ്സണാലിറ്റി. നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് നമുക്ക് എന്താണ്? മറ്റൊരാളോട് ഓരോ സമയത്തും സാഹചര്യത്തിനനുസരിച്ച് ശരിയായ രീതിയിൽ പെരുമാറാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. അതുപോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. ഒരിക്കലും മറ്റൊരാളെ വഞ്ചിക്കണം എന്ന ഉദ്ദേശമില്ലാതെ സത്യസന്ധമായിട്ട് പെരുമാറുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നതാണ് ക്വാളിറ്റീസ്. അപ്പൊ ഒരു ഇൻഷുറൻസ് സെയിൽസ്മാന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം കേട്ടോ.
അതായത് നമുക്ക് 3 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം. അതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് വിശദീകരിക്കുക എന്ന ഉപരിയായിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാവും ചോദ്യം ഉണ്ടാവും. ലിസ്റ്റ് ഔട്ട് എനി 6 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഇൻഷുറൻസ് സെയിൽസ്മാൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഇൻഷുറൻസ് സെയിൽസ്മാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ 6 പോയിന്റ് എഴുതുക, 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു 8 പോയിന്റ് എഴുതുക. ആ രീതി കേട്ടോ. കാരണം നമുക്ക് പോയിന്റ് ആണ് അവിടെ നമ്മൾ എഴുതുന്നത്. കൂടുതൽ വിശദീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പോയിന്റിന് 1/2 മാർക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ മറ്റൊരു സെഗ്മെന്റ്, നമ്മുടെ മറ്റൊരു സബ് ടോപ്പിക് നമുക്ക് തരുന്നു മാർക്കറ്റിംഗ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, നമുക്ക് ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയേ ഉള്ളൂ. ഏതാണ്? യെസ്, LIC ഓഫ് ഇന്ത്യ അല്ലെ, നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചോദിക്കാം LIC, എക്സ്പാൻഡ് ദ ടേം LIC നമ്മൾ ചോദിക്കാം അല്ലെ. അപ്പൊ എന്താണ് LIC ഫുൾ ഫോം എന്താണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ അതുപോലെ നമുക്ക് നോൺ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് GIC അല്ലെ, എന്താണ്? ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഫുൾ ഫോം ചോദിക്കാം 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട്. അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ came into force അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് എന്നാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാണ് നമുക്ക് 1 സെപ്റ്റംബർ 1956 അല്ലെ. 1956 സെപ്റ്റംബർ 1 തീയതിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ അതുവരെ നിലവിലുണ്ടായിരുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിൽ കീഴിലായിക്കൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നാഷണലൈസ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1 സെപ്റ്റംബർ 1956 ആണ്. ആ തീയതി അതൊക്കെ നമുക്ക് ചെയ്യാം 1 മാർക്കിന്റെ ചോദ്യമായി ചോദിക്കും. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഏതൊക്കെ ചോദിക്കും. ഏതൊക്കെയുണ്ട്? നമ്മളൊരു 6 പോളിസീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? നമുക്ക് ഹോൾ ലൈഫ് പോളിസി, എൻഡോമെന്റ് പോളിസി, മണി ബാക്ക്, ആനുറ്റി, ചിൽഡ്രൻസ് പ്ലാന്, യുലിപ്പ് അല്ലെ. യുലിപ്പിന്റെ ഫുൾ ഫോം ചോദിക്കാം. എന്താ യുലിപ്പിന്റെ ഫുൾ ഫോം? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചോദിക്കാം. എൻഡോമെന്റ്, ഫീച്ചേഴ്സ് ഓഫ് എൻഡോമെന്റ് പോളിസി എന്താ ചോദിക്കും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മണി ബാക്ക് പോളിസി എന്താ ചോദിക്കും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ആനുറ്റി പോളിസി, ഫീച്ചേഴ്സ് ഓഫ് യുലിപ്പ്, അല്ലെങ്കിൽ ഹോൾ ലൈഫ് പോളിസി. ഇങ്ങനെ ഈ ഓരോ പോളിസിയെ കുറിച്ച് നമുക്ക് പ്രത്യേകം ചോദിക്കാം. 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് 5 മാർക്കിന് തന്നെ വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ഓർ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് അവ വിശദീകരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ പോളിസി എടുത്ത് എഴുതാം. ഹോൾ ലൈഫ് പോളിസി അതെന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്? എൻഡോമെന്റ് പോളിസി എന്താണ്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മണി ബാക്ക് പോളിസി ആൻഡ് ആനുറ്റി പോളിസി, യുലിപ്പ്, ഇതൊക്കെ നമുക്ക് എഴുതേണ്ടി വരും 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. 3 മാർക്കിനാണ് നമ്മൾ ഏതെങ്കിലും ലിസ്റ്റ് ഔട്ട് എനി 3 ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അതേസമയം 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഓരോന്നും എടുത്ത് എഴുതി നമുക്ക് വിശദീകരിക്കാം. അല്ലെങ്കിൽ നമുക്ക് 3 മാർക്കിനോ 2 മാർക്കിനോ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു പ്രത്യേക പോളിസിയെ കുറിച്ച് മാത്രം ചോദിക്കാം. എൻഡോമെന്റ് പോളിസി എന്താണ്, അല്ലെങ്കിൽ മണി ബാക്ക് പോളിസി എന്താണ്, അല്ലെങ്കിൽ ആനുറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആനുറ്റി പോളിസി, ഇതൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ. എന്താണ് ആനുറ്റി പോളിസി? നമുക്ക് പ്രത്യേക പ്രായമാവുമ്പോൾ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പെൻഷൻ നൽകുന്ന തരത്തിലുള്ള പോളിസികൾ നമ്മൾ നിർമ്മിച്ചത് ആനുറ്റി പോളിസി. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളുണ്ട്. അവ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വരാം. അവിടെ നമുക്ക് 1 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയായിട്ട് നമുക്ക് LICയുടെ ഫുൾ ഫോം, യുലിപ്പിന്റെ ഫുൾ ഫോം, അതുപോലെ തന്നെ LIC ഏത് വർഷമാണ് ആരംഭിച്ചിട്ടുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് മറ്റൊരു സബ് ടോപ്പിക് ആയി നമുക്ക് മാർക്കറ്റിംഗ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് അല്ലെ, ദാറ്റ് ഈസ് അതർവൈസ് കോൾഡ് ജനറൽ ഇൻഷുറൻസ്. നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, അവയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഏതൊക്കെ നമുക്ക് നോൺ ലൈഫ് വരുന്നത്? അതർ ദാൻ ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ മറ്റെല്ലാം നമുക്ക് ഏതായിരിക്കും? നോൺ ലൈഫ്. യെസ്, അതിന്റെ മുന്നേ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നത്. ഏത് മാത്രമാണ്? LIC മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റൈസേഷൻ വന്നതിന്റെ ഭാഗമായിട്ട് ഫ്രം ദി ഇയർ ഓഫ് 2000 അല്ലെ, 2000 വർഷം മുതൽ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നു. SBI ലൈഫ്, ING വൈശ്യ, ICICI പ്രൊവിഡൻഷ്യൽ,
ബജാജ് ലൈഫ് അല്ലെങ്കിൽ ബജാജ് അലയൻസ്, HDFC ലൈഫ്, ഇതൊക്കെ ബിർള സൺ ലൈഫ്, ഇവയൊക്കെ നമുക്ക് എന്താണ് സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ്. അപ്പൊ സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ കുറച്ച് പേര് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നമുക്ക് കുറച്ച് കമ്പനികളുടെ പേര് തരും. അത് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, നോൺ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും കാറ്റഗറൈസ്, എന്ത് ചെയ്യുക, തരം തിരിക്കുക ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. അതിൽ നിന്ന് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ പേരും നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ പേരും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം. അപ്പൊ നമുക്ക് ഏതറിയണം, ഏതൊക്കെ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണുള്ളത്, ഏതൊക്കെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് അറിയണം. അപ്പൊ കുറച്ച് ഒരു 10 പേരോളം, നമുക്ക് 50 കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ ഇന്ന് സ്വകാര്യ മേഖലയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മേജറായിട്ട് എല്ലായ്പ്പോഴും നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു 10 ഇൻഷുറൻസ് കമ്പനികളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കും. ഏതില്, ലൈഫ് ഇൻഷുറൻസിലും നോൺ ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെ കുറിച്ചാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു 1956 ലൈഫ് ഇൻഷുറൻസ് കമ്പനി ദേശസാൽക്കരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. എന്നാൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. നോൺ ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റ് ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു കോർപ്പറേഷനാണ് നിർമ്മിച്ചത്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് GIC. 1972 നിയമപ്രകാരമാണ് ഇത് രൂപീകൃതമായിട്ടുള്ളത്. 1973 മുതലാണ് GIC അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ GIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, നേരിട്ട് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളൊന്നും വിൽപ്പന നടത്തുന്നില്ല. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിൽ പ്രധാനമായിട്ടും 4 കമ്പനികളാണ്, GICയുടെ 4 സബ്സിഡറി കമ്പനികളാണ് ഇന്ത്യയിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തത് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നത്. ഏതുവരെ, ഫ്രം ദി ഇയർ ഓഫ് അപ് ടു ദി ഇയർ ഓഫ് 2000, 2000 വർഷം വരെ ഇന്ത്യയിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തിരുന്നത് ഏത് മാത്രമാണ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡറി കമ്പനീസ്. ഏതൊക്കെയാണ് അവ? നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളാണ് ഗവൺമെന്റിന്റെ കീഴിലുള്ള നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ അഥവാ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്. ഏതൊക്കെ? നമുക്ക് നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയുള്ള നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഗവൺമെന്റ് ഉടമസ്ഥതയുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്, ഏതൊക്കെയാണ് നമുക്ക് ചോദ്യം ഉണ്ടായിരിക്കാം. 4 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ. 4 മാർക്കിനാണെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതമായിരിക്കും. 2 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഓരോ കമ്പനിക്കും 1/2 മാർക്ക് വീതമായിരിക്കും നമുക്ക് സ്കോർ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയുള്ള നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. റിലയൻസ് ഇൻഷുറൻസ്, അവർക്ക് ജനറൽ ഇൻഷുറൻസ്, റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുണ്ട്. ദെൻ ICICI പ്രൂഡൻഷ്യൽ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്, പക്ഷേ ICICI ലംബാർഡ് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രൈവറ്റ് മേഖലയിലുള്ള നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും 4 5 ആണ് നമുക്ക് പഠിച്ചു വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും നോൺ ലൈഫും തന്നിട്ട് നമുക്കത് ഗ്രൂപ്പ് ചെയ്യാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഇനി ആ മേഖലയിൽ നമുക്ക് മറ്റൊന്ന് വരുന്നത് പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടോർ ഇൻഷുറൻസ്. മോട്ടോർ ഇൻഷുറൻസ് എന്താണെന്നും മോട്ടോർ ഇൻഷുറൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിസീസ്. ആ മോട്ടോർ ഇൻഷുറൻസ് നമുക്ക് എന്താ പറയാ, ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഡാഷ് ഇസ് ദ കമ്പൽസറി ഇൻഷുറൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിർബന്ധിത ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഏതാ നമുക്ക് മോട്ടോർ ഇൻഷുറൻസ് പറയാം. അല്ലെങ്കിൽ മോട്ടോർ ഇൻഷുറൻസ് ഏതാണ് നമുക്ക്, യെസ്, ആക്ട് ഓൺലി പോളിസി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലയബിലിറ്റി പോളിസി അല്ലെ. ആക്ട് ഓൺലി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലയബിലിറ്റി പോളിസിയാണ് നിർമ്മിച്ചത് നിർബന്ധിത ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കും. Then what are different types of motor insurance policies? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് മോട്ടോർ ഇൻഷുറൻസിലെ വ്യത്യസ്ത പോളിസികൾ? ഏതൊക്കെയാണ് നമുക്ക് ആക്ട് ഓൺലി പോളിസി ഓർ തേർഡ് പാർട്ടി പോളിസി, മറ്റൊന്ന് നമുക്കുണ്ടായിരുന്നു കോംപ്രിഹെൻസീവ് പോളിസി. അല്ലെങ്കിൽ 2 മാർക്കിന് ചോദ്യം ചോദിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ആക്ട് ഓൺലി പോളിസി ഓർ കോംപ്രിഹെൻസീവ് പോളിസി, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചോദിക്കും. അതിന് 4 മാർക്ക് ക്വസ്റ്റ്യൻ വരാം നമുക്ക് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടോർ ഇൻഷുറൻസ് പോളിസീസ്. ഇങ്ങനെയൊക്കെ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മോട്ടോർ ഇൻഷുറൻസ് നമുക്ക് വരുന്ന മറ്റൊരു ടേം എന്തായിരുന്നു NCB. അതിന്റെയും 1 മാർക്ക് ചോദ്യം വയ്ക്കാം. NCB,
എക്സ്പാൻഡ് ദ ടേം NCB. എന്താ NCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യെസ്, നോ ക്ലെയിം ബോണസ് അല്ലെ. ഒരു വർഷം അപകടമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അടുത്ത വർഷം പോളിസി പുതുക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയത്തിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ട് തരും കമ്പനി. ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ നിർമ്മിച്ചത് നോ ക്ലെയിം ബോണസ് അല്ലെ. നമുക്ക് വാഹന ഉടമയ്ക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രചോദനമാണ് നിർമ്മിച്ചത് നോ ക്ലെയിം ബോണസ്. കഴിഞ്ഞ വർഷം നമ്മൾ അപകടമൊന്നും വരുത്താതെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തതിന് ആ ഡ്രൈവർക്ക് അല്ലെങ്കിൽ ആ വാഹന ഉടമയെ കൊടുക്കുന്ന ഒരു പാരിതോഷികമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും, നോ ക്ലെയിം ബോണസിനെ കാണാം. അപ്പൊ നോ ക്ലെയിം ബോണസ് എന്താ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഷോർട്ട് 1 മാർക്കിനെയൊക്കെ നമുക്ക് ചോദിക്കാം. NCBയുടെ ഫുൾ ഫോം എഴുതാനൊക്കെ ചോദിക്കും. മറ്റൊന്ന് നമുക്ക് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ? നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവേറിയ 2 മേഖലകളാണ് നമുക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും അല്ലെ. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ നമുക്ക് ഉന്നത പഠനത്തിന് വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കണം. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പണച്ചെലവാണ്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാൻ നമുക്ക് ഏത് സഹായിക്കുന്നത്, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നു. ആ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഏതൊക്കെയാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് അല്ലെ. നമുക്ക് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഉണ്ട്, ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ്, സീനിയർ സിറ്റിസൺ ഇൻഷുറൻസ്, ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഇവയെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്, മാർക്കറ്റിംഗ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഏത് വരും, നമുക്ക് 4th മൊഡ്യൂളിൽ നമ്മുടെ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 2 യൂണിറ്റുകളാണ് നമ്മുടെ ഈ 4th മൊഡ്യൂളിൽ ഫോക്കസ് ഏരിയ. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു സർവീസ് മാർക്കറ്റിംഗ്, മറ്റൊന്ന് മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഈ ഫോക്കസ് ഏരിയ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാലും നമുക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കും. അതുകൊണ്ട് ഫോക്കസ് ഏരിയ പറഞ്ഞിരിക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ഹൃദയസ്ഥമാക്കുക. അതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം എഴുതുക. ബാക്കിയുള്ള നോൺ ഫോക്കസ് ഏരിയ നമുക്ക് പഠിക്കേണ്ടെന്നല്ല, നോൺ ഫോക്കസ് ഏരിയയിലുള്ള പാഠഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നത് മാക്സിമം കവർ ചെയ്യുക. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫുൾ സ്കോർ ആയിരിക്കും. കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 4th മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അത് ഇൻട്രൊഡക്ഷൻ ടു സർവീസ് മാർക്കറ്റിംഗും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. മറ്റു യൂണിറ്റ് ഉണ്ട് നമുക്ക്, മാർക്കറ്റിംഗ് ഓഫ് ബാങ്കിങ് പ്രോഡക്റ്റും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞ 2 യൂണിറ്റ് കൂടി നമുക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടായിരിക്കും, തീരെ നമുക്ക് ആ ഭാഗങ്ങൾ ഒഴിവാക്കുന്നില്ല. നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ആണെന്ന് വെച്ചിട്ടുണ്ട് ഫോക്കസ് ഏരിയ. അത് തന്നെ ആ ചാപ്റ്റേഴ്സ് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്കുകളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എങ്കിൽ തന്നെ എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫുൾ സ്കോർ നേടാൻ സാധിക്കും. അപ്പോൾ ഈ വർഷം നമുക്ക് ഫുൾ സ്കോർ A+ തന്നെ ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. കാരണം കോവിഡോ അല്ലെങ്കിൽ മറ്റെന്ത് മഹാമാരി വന്നു കഴിഞ്ഞാലും നമ്മളെ തളർത്താൻ സാധിക്കില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഈ വർഷത്തെ പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.